ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്ന് നമ്മുടെ ഈദ് സ്പെഷ്യൽ വ്ളോഗാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള നോമ്പ് തുറ വിശേഷങ്ങൾ കൂടിയുണ്ട്. അനന്തര ദ പാം ദുബായ് റിസോർട്ടിലെ ഇഫ്താർ വിരുന്നാണ്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ആദ്യം കാണിക്കുന്നത് ഭക്ഷണം മാത്രമല്ല, അവിടുത്തെ ആ ഒരു ആംബിയൻസും എല്ലാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ഔട്ട്ഡോറാണ് നമ്മൾ ഇരുന്നിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയായിരുന്നു. മാത്രമല്ല, അതിൽ നിന്ന് കുറച്ചുകൂടി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ച് ആക്സസ് കൂടി കിട്ടും. അപ്പോൾ ബീച്ചിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയായിരുന്നു. ഒരുപാട് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഫുഡ് ആയാലും പതുക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. ഇനിയപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കുക. ഫുഡ് ആയാലും എല്ലാം ഞാനിതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പാനിപൂരിയുടെ ഒരു ലൈവ് കൗണ്ടർ ഉണ്ടായിരുന്നത്. ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണം എന്നുള്ളത് അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് റെഡിയാക്കി അതിൽ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമുക്ക് തരുമായിരുന്നു കേട്ടോ. That's an elephant. Kenya. That's an elephant. What? That's an elephant, bro. This is really fun. I'm almost sad that he can't spend all day there. Yeah, in the swing. Bobby, can we buy swing? You grow up, you buy a swing and you swing. Mamu said he wants to dye his hair blue.
അങ്ങനെ ഇഫ്താർ ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ പെരുന്നാളിൻ്റെ ദിവസം രാവിലെയാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു പെരുന്നാൾ എന്നുള്ളത് അനൗൺസ് ചെയ്തത്. എന്നിരുന്നാലും എല്ലാവരും റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ എല്ലാവരും കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. സമയം രാവിലെ 5:30 മണിയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ മറന്നില്ല. ഫാമിലി ഒത്തുള്ള ഈ ഒരു മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ. ദാ പള്ളി നമ്മൾ എത്തിയിട്ടുണ്ട്. I thought Umma's hand was real. അങ്ങനെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. രാവിലെ ആ പള്ളിയിൽ പോയി തന്നെ നമ്മൾ നമസ്കരിച്ചു. ആദ്യമേ പോയതുകൊണ്ട് തന്നെ തിരക്കുകളൊക്കെ കുറവായിരുന്നു. പക്ഷേ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു പള്ളിയും നല്ല തിരക്കായി മാറി കേട്ടോ. അവിടെ എല്ലാം നിസ്കരിക്കാനുള്ള ആ ഒരു തിരക്കിലേക്ക് വന്നു. അവിടുന്ന് പിന്നെ നമ്മൾ താമസിക്കുന്നതിൻ്റെ താഴെയായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങാണ് ഉണ്ടായത്. ഇതിൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡെസേർട്ട്, അതായത് ഞാനൊരു ലേസി ക്യാറ്റ് കേക്ക്, ഇപ്പോൾ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേക്കിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ റെസിപ്പി ഇതാ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ഒരു വൈറൽ ലേസി കാറ്റ് കേക്ക്. സംഭവം ഒരു ചോക്ലേറ്റിന്റെ ഒരു ബഹളം തന്നെയാണ്. ചോക്ലേറ്റ് ലവേഴ്സ് ഒക്കെ സൂക്ഷിച്ച് വേണം ഇതൊന്ന് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. 4 ലെയറിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആദ്യം ബേസ് ആയിട്ട് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഞാൻ ചോക്ലേറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് അതങ്ങനെ സെറ്റാക്കി. ഇനി രണ്ടാമത്തെ ലെയറിന് വേണ്ടി 200 ഗ്രാമിന്റെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് വിപ്പിംഗ് പൗഡർ ആണ് എടുത്തിട്ടുണ്ട്. ഒരു സാഷി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടായിട്ടുള്ള പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഷുഗറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം വാനില എസൻസ് ഒരു 3 ഡ്രോപ്പ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ലെയറും സെറ്റായി. ഇനി മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ചോക്ലേറ്റിന്റെ ആ ഒരു ലെയർ ആണ് കേട്ടോ. സാധാരണ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒരു മിനിറ്റ് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രഷ് ക്രീം ഒരു 170 ടിന്നാണ് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തേർഡ് ലെയറും റെഡി. ബാക്കി വന്ന ചോക്ലേറ്റിന്റെ മിക്സിലേക്ക് കുറച്ച് ചോക്കോസ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അവസാനം കുറച്ച് കോക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെ പൗഡർ ഉണ്ടല്ലോ അതിട്ട് മിക്സ് ചെയ്ത് ലാസ്റ്റ് ലെയർ ആയിട്ട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേസി കാറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് സ്പെഷ്യലായിട്ട് ലഞ്ചിന് ബിരിയാണി ആയിരുന്നു, മട്ടൻ ബിരിയാണി ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ അത് സെർവ് ചെയ്യാനും പിന്നെ എയർ ഫ്രൈ എടുത്ത് ചിക്കനും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഒട്ടും തന്നെ ഓയിൽ ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എയർ ഫ്രൈ ചിക്കനായിരുന്നു. അങ്ങനെ മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പപ്പടം, സാലഡ്, പിക്കിള് ഇതെല്ലാം കൊണ്ടിട്ട് നമ്മുടെ ഒരു ചെറിയ ഈദ് വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി അതിന് ശേഷം ഭക്ഷണത്തിനൊക്കെ ശേഷം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെയും ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ, പെരുന്നാളല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. ഈദ് ഡേ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് അവിടെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അറബിക് ഡാൻസും നല്ല രസമായിരുന്നു അതൊക്കെ കണ്ടെടുക്കാനായിട്ട്. അപ്പോൾ അതും കുറച്ച് നേരമൊക്കെ നമ്മൾ ആസ്വദിച്ചു. അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ.
അങ്ങനെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈദ് വിശേഷങ്ങൾ, ഡേ 1ലുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.